അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ചാക്കിരി കൊണ്ട് ബീഫ് വെച്ചിട്ട് ഒരു കബ്സയും 1 കിലോ ബീഫാണിത്. ഇതിന്ന് പകുതി നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ്, പകുതി നമ്മൾ ചാക്കിരി കൊണ്ട് കബ്സ വെക്കാനാണ് പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായൊരു കബ്സയാണ്, നല്ല നെയ്യൊക്കെ ഉള്ള ബീഫാണ്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് ചാക്കരി, നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് കഴുകി ഞാൻ ഒന്ന് കുക്കറിലിട്ട് വിസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലിട്ട് ഒരു ഹാഫ് വേവാക്കി എടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വേവായി കിട്ടില്ല. എനിക്കിപ്പോൾ ഇന്ന് മോക്കൊക്കെ കോളേജിലേക്കൊക്കെ പോകാനുള്ളതാണ്, അപ്പോൾ നമുക്ക് സമയമില്ല. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു കുറച്ച് ഇതിന് 2 കപ്പ് വെള്ളമൊക്കെ പറഞ്ഞുകൊണ്ട് ഹാഫ് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ബീഫും നമ്മൾ കുക്കറിലിട്ടുകൊണ്ട് പകുതി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മറ്റു മസാലകളൊക്കെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് ഹാഫ് വേവാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കണ്ട് നമ്മളിതൊന്ന് ഹാഫ് വേവിച്ചെടുക്കണ്ട്, എന്നിട്ടാണ് നമുക്കിത് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴക്കണുള്ളൂ. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും എല്ലാ ഭാഗത്തുനിന്നും ആവാൻ. ഇനി നമ്മളിതൊന്ന് വിസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലിട്ട് ഹാഫ് വേവ് മതി. ഈ ബീഫൊക്കെ പകുതി എടുത്ത് നമ്മൾ പൊരിക്കാൻ പോവുകയാണ്. അതിന് വേണ്ട ചേരുവകൾ: ചെറിയ ഉള്ളി, ഒരു വലിയ ഉള്ളി, ഒരു പൊട്ടി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി, 4 പച്ചമുളക്. ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് പൊരിച്ചെടുക്കുന്നത്. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ തീയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. കണലിലാവുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു ചട്ടിയൊക്കെ വെച്ച് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി നമ്മൾ ആ ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ തൊലിച്ച് വെച്ച വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് കണ്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വഴറ്റിയിട്ട് നമ്മളെല്ലാ ചേരുവകളും വഴറ്റിയിട്ടാണ് ഇനി ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഈ 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ച ഒരു തക്കാളി ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കും. നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം, എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹാഫ് വേവാക്കി വെച്ച ഈ ബീഫ് കുറച്ച് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. നല്ലപോലെ ഇടിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇറച്ചിയിൽ ചേർത്തിയതാണ്, അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരിയും കൂടി ഇട്ടോ, ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളവർക്ക് വേണ്ടവർക്ക് മാത്രം അത്ര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിലേറെ
ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ മല്ലി ചേർത്തി കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഹാഫ് പറഞ്ഞാൽ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് ഇല്ല കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഈ വെള്ളം നല്ലപോലെ വറ്റി മുരിച്ചെടുക്കണം കേട്ടോ. നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റായ ബീഫായിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ വെള്ളം വറ്റുന്നത് വരെ ഇത് വേവ് കുറവായതുകൊണ്ട് മൂടി വെക്കുകയാണ്. കുറച്ച് വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇളക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അത്യാവശ്യം 5-10 മിനിറ്റ് വ്യത്യസ്തത്തിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് മുരിയുമ്പോഴത്തേക്ക് നമുക്ക് ചോറുണ്ടല്ലോ, അതുകൊണ്ട് ആ പകുതി ഇറച്ചി എടുത്ത് നമുക്ക് കുക്കറിൽ ഇനി ആ മന്തി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തു വെച്ച ഉള്ളി, വലിയ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പട്ട, പൂവ്, 3 ഏലക്കായ, 3 പട്ട, 3 കാറാമ്പൂവ്, കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മാഗി ട്യൂബ് 2 എണ്ണം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ച ഈ ബീഫ്, 1/2 കിലോ ബീഫ് ഉണ്ടാവും. ഇത് ഞാൻ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇതെല്ലാം ഇതിൽ വേണം. ഫുൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചോറിലേക്കുള്ള ഉപ്പൊക്കെ വേണം. കുറച്ച് ഉപ്പ് ഈ ഇതിലുണ്ടാവും, ബീഫിലും മാഗി ട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക വേണ്ടി വരും. നമ്മൾ ഈ കുക്കറിൽ 1/2 വേവാക്കി വെച്ച് ചോറുണ്ട്, ഇതിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് വേകുമ്പോഴത്തേക്കുള്ള വെള്ളം നമുക്ക് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച്, ഞാൻ ഈ കപ്പിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 1/2 വേവായ അരിയാണ്. അപ്പോൾ അത് വേവാകുമ്പോഴത്തേന് ചിലപ്പോൾ വെള്ളം കുറയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ട്
സമയം സിമ്മിലിട്ടാൽ മതി. 2-3 വിസിൽ വരുന്ന സമയം സിമ്മിലിട്ടാൽ മതി കേട്ടോ. നമ്മളെ ബീഫൊക്കെ മുരിഞ്ഞ് വരാറായിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമ്മൾ ആ കണലിൽ കുറച്ച് സമയം കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊന്ന്. നമ്മളിതാ കണലിൽ ഇങ്ങനെ കടന്ന് നല്ലപോലെ മുരിയിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റിയായ ബീഫായിരിക്കും. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട്. ഇത് നല്ലപോലെ മുരിയാനായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ആദ്യം ഇടുക, ഇപ്പോഴും ഇടുക. നമ്മൾ വിറകൊക്കെ ഒഴിവാക്കാൻ പോവുകയാണ്. ഇനി ആ കണലിലങ്ങനെ കടന്നോട്ടെ. ഞാനുണ്ടാക്കിയ നല്ല ചാക്കരി കബ്സ ബീഫ്, നല്ല നെയ്യൊക്കെ ഉള്ള ബീഫ് ഇട്ടാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. നല്ല ടേസ്റ്റായിരിക്കും. ഇത് വെളിച്ചെണ്ണയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു വലിയ ഉള്ളിയും 2 തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ മാഗി ട്യൂബൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ ചോറ് വെച്ചത്. സോഫ്റ്റായ നല്ല വേവായ ബീഫ് കബ്സ റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ ചാക്കരി കൊണ്ടുള്ള ബീഫ് വെച്ചുള്ള ചാക്കരി കബ്സയും നല്ല ബീഫ് പൊരിയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുപോലെ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നവരാണെന്നറിയാം, എന്നാലും ഞാനുണ്ടാക്കുന്നത് പോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായി വരാം. അപ്പോൾ ഞാനും ഇതൊന്ന് കഴിച്ച് നോക്കുകയാണ്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ തന്നെ ആദ്യം തന്നെ കുറച്ചെടുത്ത് ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി ബീഫൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നല്ല മയമുള്ള ചോറാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം, കാണാം. ഓക്കേ, ബായ്.